അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ, ലോകം സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽ മനുഷ്യ മനസ്സിനെ അത്ഭുതപ്പെടുത്തുന്ന വിചിത്രവും അവിശ്വസനീയവുമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന കഥ അത്രമേൽ അസാധാരണമാണ്, അത് നിന്റെ ബുദ്ധിയെ വിസ്മയിപ്പിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ജന്നത്തുൽ ബഖീഇൽ ഒരു സിംഹം ഓരോ ദിവസവും ഒരു ഖബറിന് മുകളിൽ അലറുകയായിരുന്നു. സൗദി രാജാവ് ആ ഖബർ തുറക്കാൻ ഉത്തരവിട്ടപ്പോൾ അവിടെയുണ്ടായിരുന്നവർ ഞെട്ടലോടെ നിലവിളിച്ചു. വിശ്വസിക്കൂ, ഇതുപോലൊരു അസാധാരണ സംഭവം നിന്റെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. ഇനി ഈ സംഭവം എങ്ങനെ നടന്നുവെന്നും സൗദി ഗവൺമെന്റ് എന്തുകൊണ്ട് ഇത് രഹസ്യമായി സൂക്ഷിച്ചുവെന്നും നമുക്ക് നോക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ഈ സംഭവം നടന്നത് അബ്ദുൽ ബാസിത്ത് അൽ ഗാംദി എന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ്. അവൻ കഴിഞ്ഞ 35 വർഷമായി ജന്നത്തുൽ ബഖീഇൽ ഖബർ കുഴിക്കുന്ന ജോലി ചെയ്യുന്നു. അവൻ പറയുന്നു, അല്ലാഹുവിന്റെ പ്രത്യേക കാരുണ്യമാണ് ഈ പുണ്യസ്ഥലത്തിത്രയും പുണ്യാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് സേവനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചത്. ഈ സ്ഥലത്തിന്റെ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമാണ്. ഇവിടുത്തെ മണ്ണിന് എപ്പോഴും ഒരു പ്രത്യേക സുഗന്ധമുണ്ട്. അവൻ കൂട്ടിച്ചേർത്തു, ഈ ഖബർസ്ഥാനിൽ ഞാനൊരു പ്രാണി പോലും കണ്ടിട്ടില്ല, കാരണം ഇത് സ്വർഗവാസികൾക്കുള്ള ഖബർസ്ഥാനാണ്. എന്നാൽ ഒരു രാത്രി ഒരു മരിച്ച വ്യക്തിക്കായി ഖബർ തയ്യാറാക്കുന്നതിനിടെ അവന് വളരെ വിചിത്രമായ ഒരു അനുഭവമുണ്ടായി. അവൻ പറയുന്നു, രാത്രിയുടെ 2-ാം യാമത്തിൽ ഞാൻ ഖബർ കുഴിക്കുകയായിരുന്നു. പെട്ടെന്ന് സമീപത്ത് ഒരു സിംഹത്തിന്റെ അലർച്ച കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു നിമിഷത്തേക്ക് എന്റെ ശരീരത്തിൽ ജീവൻ ഇല്ലാതായതുപോലെ തോന്നി. ഒരു സിംഹം ഇവിടെ എങ്ങനെ എത്തിയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ധൈര്യം സംഭരിച്ച് ഞാൻ ചുറ്റും നോക്കി, പക്ഷേ ഒരു സിംഹത്തെയും കണ്ടില്ല. വീണ്ടും 2-3 തവണ അലർച്ച കേട്ടു, പക്ഷേ അതിന്റെ ഉറവിടം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഇതെന്റെ ഭാവനയാണോ എന്ന് കരുതി ഞാൻ ജോലി തുടർന്നു. എന്നാൽ അടുത്ത രാത്രിയിൽ വീണ്ടും ഇതേ സംഭവം ആവർത്തിച്ചു. ഈ തവണ അവനൊരു സഹപ്രവർത്തകനെ വിളിച്ചു, പക്ഷേ അവന് ഒരു ശബ്ദവും കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അബ്ദുൽ ബാസിദിന് സിംഹത്തിന്റെ അലർച്ച വ്യക്തമായി കേൾക്കാമായിരുന്നു. മറ്റൊരു രാത്രിയിൽ ഇതേ സംഭവം വീണ്ടും നടന്നു. ഇത്തവണ അവൻ ശബ്ദത്തിന്റെ ദിശ തേടി. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ ശബ്ദം കേൾക്കുന്നത് എന്ന് അവൻ ചിന്തിച്ചു. ശബ്ദം തേടി നടക്കുമ്പോൾ ഒരു ഖബറിൽ നിന്നാണ് ഈ അലർച്ച വരുന്നതെന്ന് അവന് മനസ്സിലായി. ഉടനെ അവൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിളിച്ചു. എന്നാൽ അവന് വ്യക്തമായി കേൾക്കാമായിരുന്ന ശബ്ദം മറ്റാർക്കും കേൾക്കാൻ കഴിഞ്ഞില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥർ അസ്വസ്ഥരായി, നിന്റെ മനോനില തകരാറിലാണ്, ജോലി ഉപേക്ഷിച്ച് ചികിത്സ തേടണം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരാതിയെ തുടർന്ന് സൂപ്പർവൈസർ അബ്ദുൽ ബാസിദിനെ വിളിപ്പിച്ചു. നിന്റെ മനോനിലയെക്കുറിച്ച് എന്താണ് ഈ പരാതി എന്ന് ചോദിച്ചു. അബ്ദുൽ ബാസിദ് മറുപടി പറഞ്ഞു, 35 വർഷമായി ഞാനിവിടെ സത്യസന്ധമായും ആത്മാർത്ഥതയോടും കൂടി ജോലി ചെയ്യുന്നു. ഈ പ്രായത്തിൽ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഞാൻ ശരിക്കും ഒരു സിംഹത്തിന്റെ അലർച്ച ആ ഖബറിൽ നിന്ന് കേൾക്കുന്നു. സൂപ്പർവൈസർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ചികിത്സ വേണം, അല്ലെങ്കിൽ ഞാൻ നിന്റെ ജോലി നിർത്തേണ്ടി വരും. ആകസ്മികമായി അതേ ദിവസം സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ രഹസ്യമായി മദീന സന്ദർശിക്കുകയും ജന്നത്തുൽ ബഖീഇലെത്തുകയും ചെയ്തു. സന്ദർശനം അപ്രതീക്ഷിതമായതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജാഗ്രതയിലായിരുന്നു. രാജകുമാരൻ സ്വയമെല്ലാം പരിശോധിക്കാൻ ആഗ്രഹിച്ചു. അബ്ദുൽ ബാസിദും സൂപ്പർവൈസറും വാഗ്വാദം ചെയ്യുന്നത് കണ്ടപ്പോൾ എന്താണ് കാര്യം എന്ന് രാജകുമാരൻ ചോദിച്ചു. സൂപ്പർവൈസർ എല്ലാം വിശദീകരിച്ചു. അബ്ദുൽ ബാസിദിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഞാൻ ആലോചിക്കുകയാണ്. കഥ കേട്ട ശേഷം രാജകുമാരൻ അബ്ദുൽ ബാസിദിനെ ശ്രദ്ധാപൂർവം നോക്കി കുറച്ച് നേരം ആലോചിച്ച ശേഷം പറഞ്ഞു, ആ ഖബർ എനിക്ക് കാണിക്കൂ. അബ്ദുൽ ബാസിദ് രാജകുമാരനെ ഖബറിനടുത്തേക്ക് കൊണ്ടുപോയി. രാജകുമാരൻ ചോദിച്ചു, നീ പറയുന്നത് ഈ ഖബറിൽ നിന്ന് സിംഹത്തിന്റെ അലർച്ച കേൾക്കുന്നുവെന്നാണോ? അബ്ദുൽ ബാസിദ് സത്യം ചെയ്തു, ഞാൻ കള്ളം പറയുന്നില്ല, ഞാൻ പലതവണ ഈ ശബ്ദം കേട്ടിട്ടുണ്ട്. രാജകുമാരൻ പറഞ്ഞു, ശരിസത്യം പുറത്തു വരാൻ ഞാൻ ഈ ഖബർ തുറക്കാൻ ഉത്തരവിടുന്നു. എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് വെളിപ്പെടും, ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞതിന് നിന്റെ നാവ് മുറിക്കപ്പെടും. ഉടനെ ഖബർ തുറക്കാൻ ഉത്തരവിട്ടു. ഖബർ തുറക്കുന്നതിനിടെ അതിനുള്ളിൽ നിന്ന് തീജ്വാലകൾ ഉയരുന്നത് കണ്ടു. രാജകുമാരൻ അത് കണ്ടു പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അബ്ദുൽ ബാസിദ് സത്യം പറയുകയാണ്. രാജകുമാരൻ ആ ഖബറിൽ ആരടക്കപ്പെട്ടിരിക്കുന്നു എന്ന് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. ഉടൻ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ
അവിടെ അടക്കം ചെയ്യപ്പെട്ടത് പലിശ വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു അറബ് വ്യക്തിയാണെന്ന് മനസ്സിലായി. രാജകുമാരൻ ഉത്തരവിട്ടു, ഈ ശരീരം ഇവിടെ നിന്ന് മാറ്റി മറ്റൊരിടത്ത് അടക്കം ചെയ്യണം. ഇത്തരം പാപങ്ങളിൽ ഏർപ്പെട്ടവർക്ക് ഇവിടെ ശുദ്ധരും പുണ്യാത്മാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഖബർസ്ഥാനിൽ സ്ഥാനമില്ല. ഒരുപക്ഷേ ഈ വ്യക്തി ഇവിടെ തെറ്റായി അടക്കം ചെയ്യപ്പെട്ടതാകാം. അബ്ദുൽ ബാസിദിലൂടെ നമുക്കിവനെ ഇവിടെ നിന്ന് മാറ്റാനുള്ള സന്ദേശം ലഭിച്ചിരിക്കുന്നു. ഉത്തരവ് നടപ്പിലാക്കി. ഖബർ പൂർണ്ണമായി തുറന്നപ്പോൾ തീജ്വാലകൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ ശരീരവും കഫനും കരിഞ്ഞ് കറുത്തിരുന്നു. ശരീരം മറ്റൊരിടത്തേക്ക് മാറ്റിയടക്കം ചെയ്തു വാർത്ത പരക്കാതിരിക്കാൻ രഹസ്യമായി സൂക്ഷിച്ചു ജനങ്ങൾക്കിടയിൽ ഭീതിയോ വ്യാജവാർത്തകളോ ഉണ്ടാകാതിരിക്കാൻ. പ്രിയ സുഹൃത്തുക്കളെ, ജന്നത്തുൽ ബഖീഅയിൽ അടക്കം ചെയ്യപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശനം ലഭിച്ചവർക്കു മാത്രമാണ്. പലിശ എന്ന പാപം അത്രമേൽ ഗുരുതരമാണത് ജന്നത്തുൽ ബഖീഅയിൽ അടക്കം ചെയ്യപ്പെട്ടവർക്കു പോലും മാപ്പ് ലഭിക്കില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, വിശ്വാസികളെ, അല്ലാഹുവിനെ ഭയപ്പെടുവിന്നിന്റെ പലിശയുടെ ബാക്കി ഉപേക്ഷിക്കുവിന്നിന്റെ വിശ്വാസം ശരിയാണെങ്കിൽ. എന്നാൽ അങ്ങനെ ചെയ്യാത്തവർക്ക് അല്ലാഹുവിനോടും അവന്റെ ദൂതനോടും യുദ്ധം ചെയ്യാൻ തയ്യാറാകുവിൻ. പലിശയെക്കുറിച്ച് മാത്രമാണ് അല്ലാഹുവും അവന്റെ ദൂതനും യുദ്ധം പ്രഖ്യാപിക്കുന്നത്. വ്യഭിചാരമോ മദ്യപാനമോ പോലുള്ള മറ്റു വലിയ പാപങ്ങൾക്ക് പോലും ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. പ്രശസ്ത സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പലിശയിൽ നിന്ന് പശ്ചാത്തപിക്കാത്തവനെ പശ്ചാത്താപത്തിലേക്ക് നയിക്കേണ്ടത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. അവൻ നിരസിച്ചാൽ അവന്റെ കഴുത്ത് വെട്ടണം. അല്ലാഹു തന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, പലിശ ഭക്ഷിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുന്ന പിശാചിന്റെ സ്പർശനം ഏറ്റവനെ പോലെയാണ്. ചിലർ പലിശയെ വ്യാപാരത്തിന് സമമാണെന്ന് പറയുന്നുവെങ്കിലും അല്ലാഹു വ്യാപാരം അനുവദനീയവും പലിശ നിഷിദ്ധവുമാക്കിയിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരം പാപങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷിക്കട്ടെ. നമുക്ക് പുണ്യമായ ഒരു അന്ത്യം നൽകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ജന്നത്തുൽ ബഖീഇനെ പോലെ ശുദ്ധമാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.